ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ബീഫ് കട്ട്ലേറ്റ് റെസിപ്പി ആയിട്ടാണ്. സോ നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ബീഫൊക്കെ വീട്ടിൽ കുറേ വന്നു. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. സോ നിങ്ങളും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കുമേ. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചു, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുഞ്ഞാന്ന് അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ സവോളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓനിയനൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ പീസസ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിലാണ് ഈ ബീഫ് കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് കടിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടില്ല. സോ വേണമെങ്കിൽ നിങ്ങൾക്ക് ചതച്ചിട്ടോ അല്ലെങ്കിൽ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ടോ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ദെൻ നമ്മൾ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മസാലകളും പൊടികളൊക്കെ ആഡ് ചെയ്യാം. ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കൂടാതെ നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവുകൾ അമ്മച്ചിയുടെ കൈയളവിലാണ് അമ്മ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കും പറയാനറിയില്ല. ഇനിവേ നിങ്ങളും എരിവിനും ആവശ്യത്തിന് ടേസ്റ്റിനൊക്കെ അനുസരിച്ച് നിങ്ങളും ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മുടെ മുളക് പൊടിയും കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം സെറ്റായി. ഇനി നന്നായിട്ട് ഇത് മുഴുവനൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ബീഫും കൂടെ ഇട്ട് കൊടുക്കാം. ബീഫ് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചിട്ട് അതിനെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഷ്രെഡഡ് ബീഫിൻ്റെ പീസസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും ഒന്ന് മിക്സായി വരുമ്പോഴത്തേക്കും ഇനി നമ്മുടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്മാഷ്ഡ് പൊട്ടറ്റോ ആഡ് ചെയ്യേണ്ട ടൈമാണ്. അതായത് നമ്മൾ ഉപ്പിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. ആ വേവിച്ചതിനെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുള്ള കിഴങ്ങും കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം കിഴങ്ങും ബീഫുമാണ് ഇതിൻ്റെ മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ പോയി ബീഫ് കട്ട്ലറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഈ കിഴങ്ങ് മാത്രമേ ഇതിലുണ്ടാവുകയുള്ളൂ. ബീഫിൻ്റെ ഒരു ചെറിയ പീസെങ്കിലും കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം അല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അടിപൊളിയായിട്ട് ബീഫും കിഴങ്ങും ഒക്കെ നന്നായിട്ട് സെറ്റായിട്ട് നമുക്ക് ഇടാൻ പറ്റും. ദെൻ നമ്മൾ ഇത് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മളൊരു മോൾഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു കുപ്പിയുടെ അടപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ തടവി കൊടുത്തിട്ടാണ് നമ്മളതിൽ ഫില്ല് ചെയ്തിട്ട് ദെൻ കയ്യിലേക്കൊന്ന് തട്ടി കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ കറക്റ്റായിട്ട് നമുക്ക് കട്ട്ലറ്റ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതാണ്. മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഇതും നല്ലതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മളിതാ എല്ലാ പീസസും ഇതുപോലെ റൗണ്ട് ഷേപ്പിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ ബാക്കിയുള്ള നമ്മുടെ ആ ഒരു മിക്സിനെയും കൂടെ റൗണ്ട് ഷേപ്പിൽ ആക്കി സെറ്റാക്കി വെക്കണം. എന്നിട്ട് വേണം നമുക്കിനി മുട്ടയുടെ മിക്സിലും ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി കോട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാ നമ്മൾ സെറ്റാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓഫീസിലേക്കും കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്ര അധികം പീസസ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കാരണം പെരുന്നാളൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഓഫീസിലേക്ക് കൈയും വീശിച്ച് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല ഇടി കിട്ടുമേ. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു സ്നാക്കായിട്ട് പോകാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ നമ്മുടെ ബ്രെഡ് ക്രംസും നമ്മുടെ മുട്ടയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് മുക്കി കോട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് നേരം മാറ്റി വയ്ക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് കട്ട്ലറ്റിൻ്റെ പീസിനെ നമ്മൾ മുട്ടയിലേക്ക് ഇടുന്നു. ദെൻ നമ്മൾ ബ്രെഡ് ക്രംസിലും കൂടെ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുന്നു. ബ്രെഡ് ക്രംസിലും മുട്ടയിലും ഒരു കൈ തന്നെ ഇടരുത് കേട്ടോ. കാരണം ആ ബ്രെഡിന് ആ മുട്ടയിൽ മുങ്ങിയ കൈ ബ്രെഡിലേക്ക് ഇടുമ്പോൾ നമ്മുടെ കയ്യിൽ ഫുള്ള് ആ ഒരു ബ്രെഡിൻ്റെ പീസസ് ആവും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പൂണും ഫോർക്കൊക്കെ വെച്ച് ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. എനിക്ക് അത്ര പരിചയമില്ല, അതുകൊണ്ടാണ് ഞാൻ രണ്ട് കൈ ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു കയ്യിൽ നമ്മൾ മുട്ടയിൽ മുക്കിയെടുക്കും, ഒരു കൈ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബ്രെഡ് ക്രംസിലും കൂടെ കോട്ട് ചെയ്തെടുക്കും. അങ്ങനെ എല്ലാ ഐറ്റവും റെഡിയാക്കി നമ്മളൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴായിരിക്കും ഈ ബ്രെഡ് ക്രംസ് അതിലേക്ക് പിടിച്ചിരിക്കുക. അല്ലാതെ നമ്മൾ മുക്കിയിട്ട് നേരെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ബ്രെഡ് ക്രംസ് ഫുൾ ആ എണ്ണയിലേക്ക് പോകും. അപ്പോൾ അതത്ര സുഖമുള്ള പരിപാടി ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റായി കഴിയുമ്പോഴത്തേക്ക് എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ഒരാഴ്ചയൊക്കെ വേണമെങ്കിൽ നമ്മുടെ ആവശ്യാനുസരണം 5 2 3 ഒക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്ത് വൈകുന്നേരമൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ബീഫ് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് സോസും മയണൈസൊക്കെ കൂട്ടി കഴിക്കാനായിട്ട്. അപ്പം നിങ്ങളും ചൂടോടുകൂടി ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസായിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ അതെടുക്കാൻ ആണെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്